ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു വീട്ടിൽ കല്യാണത്തിന്റെ തലേന്ന് നടന്ന സംഭവബഹുലമായ ഒരു കഥയാണ്. ചക്കാല വീട്ടിൽ അവിടുത്തെ പെൺകുട്ടിയുടെ കല്യാണമാണ് നാളെ. വീട്ടിൽ വെച്ചാണ് കല്യാണം. കല്യാണത്തിന്റെ തലേന്ന് രാത്രി സദ്യക്കുള്ള വട്ടം കൂട്ടലൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഒരിടത്ത് പച്ചക്കറി അരിയുന്നു, മറ്റൊരിടത്ത് തേങ്ങ തിരുങ്ങുന്നു, വേറൊരിടത്ത് പെണ്ണിന്റെ ആങ്ങളയുടെ കൂട്ടുകാർ തിരിങ്ങിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ പലയിടത്തായി പല പല ജോലികൾ പുരോഗമിക്കുകയാണ്. പുതിയ പെണ്ണിന്റെ ആങ്ങള മോഹനൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് തേങ്ങ പിഴിഞ്ഞുകൊണ്ടിരുന്ന ഗിരീഷിന്റെ കണ്ണിൽ അത് പെട്ടത്. ആങ്ങള മോഹനും അയലത്തെ ചേച്ചി രാജിയും തമ്മിൽ കണ്ണും കൊണ്ട് എന്തൊക്കെയോ കഥ പറയുന്നു. എന്തോ ഉടായിപ്പാണല്ലോ, ഗിരീഷ് ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞു മോഹനൻ അവിടെ നിന്നും എങ്ങോട്ടോ പോയി. പക്ഷെ രാജി അവിടെ തന്നെ ഇരുന്ന് ജോലികൾ ചെയ്യുകയാണ്. ഓ, എനിക്ക് വെറുതെ തോന്നിയതായിരിക്കാം, ഗിരീഷ് മനസ്സിൽ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞുമാണ് ഗിരീഷ് നോക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജിയെ കാണുന്നില്ല. ഗിരീഷിന്റെ മനസ്സിൽ ഒരു വെള്ളിടി പൊട്ടി. ഇത് മറ്റേത് തന്നെ, ഗിരീഷ് മനസ്സിൽ പറഞ്ഞു. പക്ഷെ രണ്ടിനെയും ഈ ഇരുട്ടത്ത് എവിടെ പോയി പൊക്കാനാ? പൊക്കിയാൽ രക്ഷപ്പെട്ടു, തനിക്കും കൂടി വല്ലതും നടക്കും. രാജി ചേച്ചി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നേ ഞാൻ ആഗ്രഹിച്ചതാണ്. അത്രയ്ക്കൊരു സാധനമാണ്. കറുത്ത ശരീരമാണെങ്കിലും ആ വിരിഞ്ഞ നിതംബമൊക്കെ ഓർത്ത് എത്ര രാത്രികളിൽ ഞാൻ സ്വയംഭോഗം ചെയ്തിരിക്കുന്നു. എന്തായാലും പോയി നോക്കാം. ഗിരീഷ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കൂട്ടിരിക്കുന്നവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. ഇതും പറഞ്ഞ് ഗിരീഷ് അവിടെ നിന്നും പോയി. ഇരുട്ടത്ത് പലയിടത്തു നിന്നും ചെവി വട്ടം പിടിച്ചു. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയാൻ. ഇല്ല. ഇവിടെ പോയി തപ്പാനാ? രാജേച്ചിയുടെ വീട്ടിന്റെ പരിസരത്ത് പോയി നോക്കാം. ഗിരീഷ് അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കാതെ അവിടെയും പലയിടത്തും നോക്കി. ഒരു രക്ഷയുമില്ല. അങ്ങനെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വർക്കേരിയിൽ നിന്നും അടക്കിപ്പിടിച്ചൊരു സൗണ്ട് കേൾക്കുന്നത്. ശബ്ദം കേട്ടതും ഗിരീഷിന്റെ നെഞ്ചു കിടന്ന് പടപടാ ഇടിക്കുവാൻ തുടങ്ങി. അവൻ പതുക്കെ അങ്ങോട്ട് നടന്നു ചെന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി. രണ്ടുപേരും അതിനകത്തുണ്ട്. അവിടെ അരങ്ങ് തകർക്കുകയാണ്. എങ്ങനെയാ ഒന്ന് കാണുന്നത്? ഗിരീഷ് അവിടെ എല്ലാം നടന്നു നോക്കി. ഒരു രക്ഷയുമില്ല. പടിഞ്ഞാറ് വശത്ത് ചെന്നപ്പോൾ അവിടെ നെറ്റടിച്ചിരിക്കുകയാണ്. അവൻ പതിയെ അതിൽ കൂടി നോക്കി. അകത്തിരട്ടാണ്. എങ്കിലും ഒരു നേർത്ത വെട്ടമുണ്ട്. ഒരു രൂപം പോലെ ആളിനെ കാണാം. രണ്ടുപേരും ഭയങ്കര പരിപാടിയിലാണ്. അകത്തെ ശബ്ദം ചെറിയ രീതിയിൽ പുറത്തേക്ക് കേൾക്കാം. അത് കേട്ട് ഗിരീഷ് നിക്കപ്പൊറുതിയില്ലാതെയായി. എന്ത് ചെയ്യാനായി? എന്തും വരട്ടെ എന്ന് കരുതി ഗിരീഷ് ഒന്ന് ചുമച്ചു. ചുമ കേട്ടതും അകത്തുനിന്ന് നിശബ്ദമായി. ഗിരീഷ് പറഞ്ഞു, നടക്കട്ടെ. ഞാനാ ഗിരീഷ. ഇതും പറഞ്ഞ് ഗിരീഷ് അവിടെ നിന്നും മാറി സിറ്റ് ഔട്ടിന്റെ അടുത്ത് വന്ന് മറഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി അതിലേ വന്നു. ആദ്യം മോഹൻ അതുവഴി വന്നുപോയി. രാജി ചേച്ചി വരുമ്പോൾ ഒന്ന് നേരിട്ട് മുട്ടാനുള്ള തയ്യാറെടുപ്പുമായി ഗിരീഷ് നിന്നു. രാജി ചേച്ചി വന്നപ്പോൾ ഗിരീഷ് അവിടെ നിന്നും വീണ്ടും ഒന്ന് ചുമച്ചു. ഞാനാ ഗിരീഷ, അവൻ പറഞ്ഞു. ഡാ മോനെ, ആരോടും പറയല്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യും. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയില്ല. പക്ഷേ എനിക്കും കൂടി തരണം, ഗിരീഷ് മുഴുപ്പിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ രാജി പറഞ്ഞു. ഇന്നോടാ? നാളെ രാത്രി നീ വാ. ഓക്കെ ചേച്ചി, വരാം. ഗിരീഷ് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. എന്നാൽ നീ മുമ്പേ പൊയ്ക്കോ കല്യാണ വീട്ടിലേക്ക്. ഞാൻ പുറകെ വരാം. വേണ്ട ചേച്ചി പൊയ്ക്കോ. ഞാൻ പതുക്കെ വരാം. ഗിരീഷ് അതും പറഞ്ഞ് രാജിയുടെ നിതംബത്തിൽ പതുക്കെ ഒന്ന് പിടിച്ചു. നാളെ ആവട്ടെടാ, എല്ലാം തരാം. ഇതും പറഞ്ഞ് രാജി നടന്നു. ഗിരീഷ് അവിടെ തന്നെ മാറി നിന്ന് ഒരു സ്വയംഭോഗം ചെയ്തു. എന്നിട്ട് പതിയെ കല്യാണ വീട്ടിലേക്ക് നടന്നു.